ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ മാറ്റി. KTDFC ചെയർമാൻ പദവിയിലേക്കാണ് നിലവിലെ മാറ്റം. കേര പദ്ധതി വാർത്ത ചോർച്ചൽ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരും. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ്, നേരത്തെ തന്നെ ബി അശോക് ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകളൊക്കെ നടത്തി സർക്കാരിൽ തന്നെ വലിയ കണ്ണിലെ കരടായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എന്തായാലും ഈ നിലവിലെ മാറ്റം ഈ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെന്ന് തന്നെ കരുതാമല്ലേ? തീർച്ചയായും രുജീഷ്, ഈ കേര പദ്ധതി വിവര ചോരൽ ആ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകബാങ്ക് ഇമെയിൽ ചോർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ബി അശോകിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി അശോകിനെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. പകരം ചുമതല നൽകിയിരിക്കുന്നത് ടിങ്കു ബിസ്വാളിനാണ്. ഓർഡർ ഇറങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ ടിങ്കു ബിസ്വാൾ ചുമതല ഏറ്റെടുത്തിട്ടുമുണ്ട്. ബി അശോകന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് KTDFCയുടെ ചെയർമാൻ പദവിയാണ്. നേരത്തെ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷണർ പദവി നൽകിയപ്പോഴും ബി അശോക് അതിനെ ചോദ്യം ചെയ്തിരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആ ഉത്തരവ് റദ്ദാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരമൊരു വിവാദങ്ങൾ പശ്ചാത്തലങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി അശോകിനെ നിലവിലെ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഡെപ്യൂട്ടേഷൻ തസ്തികയിലാണ് ഇപ്പോൾ പുതുതായി നൽകിയിരിക്കുന്ന പദവിയും ഉള്ളത്. രുജീഷ്, ഹാൻസ്, എന്തായാലും ഈ മാറ്റം എന്ന് പറയുന്നത് നേരത്തെ കൃഷി വകുപ്പ് മന്ത്രിയുമായി തന്നെ ഈ തരത്തിലൊരു തർക്കമൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിരുന്നു. രുജീഷ്, ഈ കേര പദ്ധതി വിവര ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ബി അശോക് നൽകിയ മറുപടി. കാരണം ഇത് കൃഷിവകുപ്പിൽ നിന്നല്ല ഈ ഇമെയിൽ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പകരം ഇത് ഏതെങ്കിലും തരത്തിൽ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു ബി അശോകിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കൃഷിവകുപ്പ് മന്ത്രി മുഖാന്തരം തന്നെയാണ് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ലഭിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി ബി അശോകിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി അശോകിനെ സ്ഥാനത്ത് നിന്ന് അടക്കം മാറ്റിയിരിക്കുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടത് കൃഷി വകുപ്പ് മന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നുമാണ്. രജീഷ്, ശരി ഹാൻസ്, എന്തായാലും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ ഇപ്പോൾ സർക്കാർ മാറ്റിയിരിക്കുകയാണ്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.